അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ നമ്മുടെ ഒരു വർഷത്തെ പഠനവും പരീക്ഷയൊക്കെ അവസാനിച്ചിരിക്കുകയാണ് അല്ലേ? എല്ലാവരും പരീക്ഷ നന്നായിട്ട് എഴുതിയോ? ഇനി പരിശുദ്ധ റമളാൻ വരികയാണ്. റമളാന് വേണ്ടിയുള്ള വെക്കേഷനാണ് ഈ 2 മാസം. 2 മാസം റമളാന്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് വീണ്ടും നമ്മുടെ മദ്രസ തുറന്ന് ആരംഭിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ വലിയ ഭാഗ്യമുള്ളവരാണ്. കാരണം നിങ്ങൾ ഖുർആൻ പഠിക്കുന്നത് അല്ലേ? ഖുർആൻ പഠിക്കുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ. അപ്പൊ നിങ്ങളെല്ലാം ഖുർആൻ പഠിക്കുന്നവരല്ലേ? അപ്പൊ നമ്മളാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി നടന്നുപോലെ നമ്മൾ റമളാന്റെ വെക്കേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി റമളാന്റെ ലീവ് കഴിഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പഠിച്ചതൊന്നും മറന്നു പോകരുത്. പഠിച്ചതൊന്നും മറക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചതൊക്കെ മറക്കാതിരിക്കാൻ വീട്ടിൽ പോയി ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും പഠിച്ച ഭാഗങ്ങൾ, ഖുർആന്റെ പ്രത്യേകിച്ച് ഖുർആന്റെ ഭാഗങ്ങൾ എന്ത് ചെയ്യണം? അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. ഇപ്പൊ 2ാം ക്ലാസ്സുകാര് സൂറത്തുൽ ഫാത്തിഹ മുതൽ എത്ര സൂറത്ത് പഠിച്ചു? അത്രയും സൂറത്തുകൾ എന്നും എന്ത് ചെയ്യണം? ഓതണം. 3ാം ക്ലാസ്സുകാർ നമ്മൾ ഒരുപാട് സൂറത്ത് പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? യാസീൻ പഠിച്ചു, സൂറത്തുൽ ഫാത്തിഹ പഠിച്ചു, അതുപോലെ ഒരുപാട് സൂറത്തുകൾ നമ്മൾ പഠിച്ചു. ഈ സൂറത്തുകളൊക്കെ വീട്ടിൽ പോയി ആവർത്തിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഓതിക്കൊണ്ടിരിക്കണം. നമ്മൾ ഖുർആൻ ഓതാതിരുന്നാൽ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഖുർആൻ പഠിച്ചതൊക്കെ എന്ത് ചെയ്യും? അപ്പൊ ഈ മറന്നു പോകുന്ന നമ്മള് ഈ ഒട്ടകത്തെ കൊണ്ടേ ഒരിടത്ത് കെട്ടിയിട്ടാൻ എന്ത് ചെയ്യും? അതിങ്ങനെ പുല്ല് കാണുന്നിടത്തോട്ട് അത് മേഞ്ഞ് ഇങ്ങനെ കാടി കയറി അതിനെ കെട്ടിയിട്ടാലോ ഒരിടത്ത് തന്നെ നിന്നത് മെയ്യും എന്നല്ലേ? എന്ന് പറഞ്ഞ പോലെ ഖുർആൻ നമ്മൾ ഓതിക്കൊണ്ടിരുന്നു, ഖുർആനുമായിട്ട് നമ്മൾ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽ ഖുർആൻ നമ്മൾ മറന്നു പോകും. അല്ലെങ്കിൽ നമ്മൾ ഖുർആൻ ഓതാതിരുന്നാലോ ഖുർആൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന സാധനമാണ് എന്ത്? നാളെ ആഖിറത്തിൽ ഏറ്റവും കഠിനമായ ശിക്ഷ കിട്ടുന്ന ആർക്കാ? ഉടനെ ഖുർആൻ പഠിച്ചിട്ട് അത് മറന്നു പോകുന്നവർക്ക്. നാളെ ഖുർആൻ പഠിച്ചിട്ട് മറന്നു പോകുന്നവർ കുഷ്ഠരോഗികളായിട്ട് നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുമെന്ന്. കുഷ്ഠരോഗി എന്ന് പറയില്ലേ? കയ്യിലൊക്കെ വ്രണമൊക്കെ ഉണ്ടായി പഴുത്ത്. അള്ളാഹു നമ്മൾ അത്തരത്തിലുള്ള രോഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള മാരക രോഗം പിടിപെട്ടവരെ പോലെ ആയിരിക്കും നാളെ പരലോകത്ത് ഖുർആൻ പഠിച്ചിട്ട് അത് മറന്നുപോയവര് ഹാജരാക്കപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ ദിവസവും ഖുർആൻ ഓതാം. 3ാം ക്ലാസ്സുകാർ സൂറത്ത് യാസീൻ ഓതാൻ പഠിച്ചു. വരുന്ന വർഷം റമളാൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സൂറത്ത് യാസീൻ എല്ലാവരും കാണാതെ പഠിച്ചു പോകും. കാണാതെ ആദ്യം മുതൽ അവസാനം വരെ പഠിച്ചുകൊണ്ട് വരുന്നവർക്ക് ഇൻഷാ അല്ലാഹ് ഒരു പ്രത്യേക സമ്മാനം. 2ാം ക്ലാസ്സുകാര് അലംതറ മുതൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ അലംതറ വരെയുള്ള 10 സൂറത്ത് കാണാൻ പഠിച്ചിട്ടുണ്ട്. റമളാൻ ഇരുന്ന് പഠിച്ചോണ്ട് വരുമോ? എത്ര സൂറത്ത്? ഫാത്തിഹ മുതൽ അലംതറ വരെയുള്ള സൂറത്തുകൾ. ഇൻഷാ അല്ലാഹ് അതിന് പ്രത്യേക സമ്മാനം. മനസ്സിലായല്ലോ? അപ്പം അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മളൊക്കെ 7 വയസ്സ് പ്രായമുള്ളവരാ. 7 വയസ്സിന് മുകളിലോട്ടുള്ളവരല്ലേ? ഇസ്മാക്കൊക്കെ എത്ര വയസ്സുണ്ട്? 9 വയസ്സുണ്ട്. അപ്പൊ 7 വയസ്സ് മുതൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പഠിച്ചിട്ടുള്ളത്? നിസ്കരിക്കണമെന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും റമളാനിൽ എല്ലാ ദിവസവും നിസ്കരിക്കണം. പ്രത്യേകിച്ച് റമളാനിലെ തറാവി നിസ്കാരം ഒക്കെ വീട്ടിൽ അമ്മച്ചിമാരുടെ കൂട്ടത്തിലും പറ്റുന്നവർ അത്തച്ചിമാരുടെ കൂട്ടത്തിൽ പള്ളിയിൽ എന്ത് ചെയ്യണം? തറാവി നിസ്കരിക്കാൻ വേണ്ടി വരണം. അതുപോലെ നിങ്ങൾ നോമ്പ് പിടിക്കണം. എല്ലാ ദിവസവും നോമ്പ് പിടിക്കാൻ ആരോഗ്യമുള്ളവർ എന്ത് ചെയ്യണം? സ്കൂളൊക്കെ അല്ലേ, പരീക്ഷയൊക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഭയങ്കര ചൂടാണ് വരുന്നത്. എല്ലാ ദിവസവും നോമ്പ് പിടിക്കാൻ നമുക്ക് പ്രയാസമാണെങ്കിൽ ഒന്നിടവിട്ട് എന്ത് ചെയ്യണം? നോമ്പ് പിടിക്കണം. നമ്മൾ ഇപ്പോഴേ ഇതൊക്കെ പഠിച്ച് നോമ്പ് പിടിച്ച് ശീലിക്കണം. ഇനി ശനി ഞായറും ഒന്നിടവിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ശനി ഞായറും അവധിയുള്ള ദിവസം, അവധിയുള്ള 2 ദിവസം ശനി ഞായറും എന്ത് ചെയ്യണം? നോമ്പ് പിടിക്കണം. ഇനി അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ ഒരു ഉച്ച അല്ലെങ്കിൽ ഒരു 3 മണി വരെ നമ്മളെ കൊണ്ട് എത്ര നേരം നോമ്പ് പിടിക്കാൻ പറ്റുമോ അത്ര സമയം ചെയ്യണം. നോമ്പ് പിടിക്കാൻ നമ്മൾ ശീലിക്കണം. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഖുർആൻ ഓതണം, നമസ്കരിക്കണം, നോമ്പ് പിടിക്കണം, പിന്നെ പഠിച്ച ദിക്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വൈകിട്ട് ആവർത്തിച്ച് ചൊല്ലി പഠിക്കണം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പഠിച്ച കിതാബുകൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കുട്ടികളുണ്ട്. അവരാരും പഠിച്ചു പോയ കിതാബുകൾ കളയരുത്.
സ്കൂൾ വെക്കേഷൻ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ ആക്രിക്കാരൻ വരുമ്പോൾ അല്ലെങ്കിൽ പഴയ പേപ്പറും പുസ്തകം എടുക്കാൻ പറഞ്ഞ് കൊണ്ടുവന്ന് കുറച്ച് ആൾക്കാർ വരും. അവർക്ക് നമ്മളത് വിറ്റം ചെയ്യും, കടല കൊടുക്കും. അവരതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഈ പിന്നെ ഉണക്കമീൻ പൊതിയാലും കപ്പ പൊതിഞ്ഞ് കൊടുക്കാനൊക്കെ അത് വിൽക്കും. അപ്പൊ അന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കിതാബുകൾ അങ്ങനെ വിൽക്കാൻ പാടില്ല. കാരണം എന്താണ്? അതിൻ്റെ അകത്ത് ഖുർആനുണ്ട്, ആയത്തുകളും ഹദീസുകളും ഉണ്ട്, ദിക്റും ദുആയും ഉണ്ട്. അത് വേസ്റ്റാക്കി അനാവശ്യമായിട്ട് ചവിട്ടി തൂത്ത് നജിസായ സ്ഥലങ്ങളിൽ, മലിനമായ സ്ഥലങ്ങളിൽ ഇട്ട് കളയാൻ പാടില്ല. അത് വളരെ പവിത്രമാണ്. നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നോട്ട് ബുക്കുകളൊക്കെ ഇല്ലേ, നോട്ട് ബുക്കുകൾ, അതുപോലെ അറബി എഴുതിയ നോട്ട് ബുക്കുകൾ, അതൊക്കെ നമ്മൾ അത് കരിച്ച് എന്ത് ചെയ്യണം? ഒരു ശുദ്ധമായ വെള്ളത്തിൽ കലക്കി ശുദ്ധമായ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ കുഴിയെടുത്ത് അതിനകത്ത് ഒഴിച്ചത് മൂടിയേക്കണം. എങ്ങനെ പറഞ്ഞ് എഴുതിപ്പോയ നോട്ട് ബുക്കുകൾ, ആയത്ത് ഹദീസും അള്ളാഹിന്റെ പേരും ഒക്കെ ഉള്ള നോട്ട് ബുക്കുകളില്ല, അത് കരിച്ചിട്ട് ശുദ്ധമായ വെള്ളത്തിൽ കലക്കി ശുദ്ധമായ ഒരു സ്ഥലത്തിൽ കുഴിയെടുത്ത് അത് മൂടണം. പറയാൻ മനസ്സിലായി? അത് ചവിട്ടി തൂക്കാനോ വേസ്റ്റ് ആക്കി കളയാനോ പാടില്ല. ഇനി നിങ്ങളുടെ വീട്ടിൽ പഴയ ഖുർആനൊക്കെ ഉണ്ട് അല്ലെ? ഉപയോഗശൂന്യമായ പേപ്പറൊക്കെ തൊട്ടാ കീറിപ്പോകുന്ന സൈസ് ഖുർആൻ, അത് പരമാവധി സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് സൂക്ഷിക്കും. ഇല്ലെങ്കിൽ സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാണ്, പൊടിഞ്ഞു പോകുന്ന, തൊട്ടാ പൊടിഞ്ഞു പോകുന്ന സൈസ് ഖുർആനൊക്കെ ഉണ്ടല്ലോ. എന്ത് ചെയ്യണം? ആ ഖുർആനും നമ്മൾ ഇതുപോലെ കരിച്ച് ശുദ്ധമായ ഒരു സ്ഥലത്തിട്ട് കരിച്ച് നല്ല ശുദ്ധമായ വെള്ളത്തിൽ കലക്കി ശുദ്ധമായ സ്ഥലത്തിൽ കുഴിയെടുത്ത് ആ കുഴി ഒഴിച്ച് അതെന്ത് ചെയ്യണം? മൂടിക്കണം. അല്ലാതെ ഒരിക്കലും കടലക്കാരനോ ആക്രി കച്ചവടക്കാർക്കോ എന്ത് ചെയ്യാൻ പാടില്ല? കൊടുക്കാൻ പാടില്ല. അത് അതിനോട് കാണിക്കുന്ന ഒരു അനാദരവാണ്. ഖുർആനോടും മറ്റും അനാദരവ് കാണിച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നമുക്ക് ശിക്ഷയുണ്ടാകും. അതുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരെയും ചെയ്യും, ശിക്ഷിക്കും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? അപ്പൊ ഇൻഷാ അല്ലാഹ് റമളാനി എല്ലാവരും ഖുർആൻ ഓതണം മെയിനായിട്ട്. അതുപോലെ നിങ്ങൾ തഹിയാത്ത് പഠിച്ചു, സ്വലാത്ത് പഠിച്ചു, പിന്നെ നമസ്കാരത്തിന് ചെല്ലണ ദുആ പഠിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ? ആ ബാങ്കിന് ശേഷമുള്ള ദുആ പഠിച്ചു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മയിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. നിസ്കരിച്ചാലല്ലേ അത്തഹിയാത്ത് ചെല്ലാൻ പറ്റുള്ളൂ. നമസ്കാരത്തിലെ ദുആയും ഇബ്രാഹിം സ്വലാത്തൊക്കെ ചെല്ലാൻ പറ്റുള്ളൂ. അപ്പൊ നമസ്കരിക്കണം, നോമ്പ് പിടിക്കണം, ഖുർആൻ ഓതണം, പഠിച്ച കിതാബുകളൊന്നും വേസ്റ്റാക്കി കളയരുത്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇതേ ഊർജത്തോടുകൂടി പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞ് അടുത്ത അധ്യയന വർഷത്തിൽ ഇതേ പുഞ്ചിരിയോടെ ഇതേ സന്തോഷത്തോടെ വീണ്ടും കണ്ടുമുട്ടാം. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉസ്താദന്മാരെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കൂട്ടുകുടുംബാദികളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ സ്വാലിഹീങ്ങളായ നല്ല മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നിങ്ങൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ശരി, അപ്പോൾ നമ്മുടെ പരീക്ഷ എല്ലാം അവസാനിച്ചു. ഇനി നമുക്ക് പിരിയാം.